സായിക്ക് എന്തായാലും ഒരു പനിഷ്മെന്റ് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലെ എലിമിനേഷനിൽ വരും എന്നുള്ളതും 1000 പോയിന്റും അവരെ കുറച്ചിരിക്കുകയാണ് സായി കാരണം. പുറത്തെ കാര്യങ്ങൾ അകത്തു വന്ന് പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. അവിടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, സായി അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതേ ലാലേട്ട എന്നാണ് പറഞ്ഞത്. അവിടെ ജാസ്മിനെ വീക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു അതെന്നാണ് സായി പറയുന്നത്. ഇനിയിപ്പോൾ അത് ഗെയിം അല്ലായിരുന്നു, സായി അവിടെ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് ഗെയിമാക്കി മാറ്റിയതാണോ എന്നറിയില്ല. എന്തായാലും സായിക്ക് ഒരു 8ന്റെ പണി ലാലേട്ടൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് നോമിനേഷനും 1000 പോയിന്റ്സ് അതും കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും സായിയെക്കുറിച്ച് അവിടെ എല്ലാവരും ചോദിച്ച സമയത്ത് അവിടെ അർജുൻ മാത്രമാണ് ഒരു 1ാം റാങ്ക് കൊടുത്തത്. അവിടെ സായി മൗനമായി നിന്നുകൊണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്ന് അർജുന് തോന്നി എന്നാണ് അർജുൻ പറയുന്നത്. പക്ഷേ വീട്ടിലുള്ള മറ്റാർക്കും തോന്നിയിട്ടില്ല സായി അത്ര ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന്. സായി പുറത്തുനിന്ന് അറിയുന്ന എല്ലാവർക്കും സായിയെക്കുറിച്ച് അറിയുമ്പോൾ ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി അവിടെ വന്നിട്ട് വെറുതെ മുക്കിലും മൂലയിലിരുന്ന് വർത്താനം പറയുന്നത് മാത്രമേ അവിടെയുള്ളവരെല്ലാവരും കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും സായിയിൽ നിന്ന് ഇതിൽ നല്ല ഗെയിമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ സായി പറയുന്നത്, ഞാൻ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1.5 ബ്ലാസ്റ്റ് ആവും, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൺട്രോൾ ചെയ്യാണ്. 100 ദിവസം ഞാൻ ഇതുപോലെ കൺട്രോൾ ചെയ്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കപ്പും കൊണ്ട് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇതുപോലെ 100 ദിവസം അവിടെ നിൽക്കാമെന്ന് സായി വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല, കപ്പ് കിട്ടാനേ പോകുന്നില്ല. സായിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും പുറത്ത് വരാതെ സായി അവിടെ ഇങ്ങനെ മൗനമായി നിന്നുകൊണ്ട് ഞാനിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാതെ നിന്ന് കൺട്രോൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സായി വേഗം തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് വരാമെന്നേ ഞാൻ പറയുള്ളൂ. സായിയുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ കൺട്രോൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കും എന്നുള്ളത്. സായിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സായി തന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എന്തായാലും സായി നോമിനേഷനിൽ ഉണ്ട് എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് സായി ഇതുപോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ സായി ഇങ്ങ് പോരാം, കാറിൽ വന്നിരുന്ന് റിവ്യൂ ചെയ്യാം.